നമസ്കാരം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ടതും BJPയിൽ ചേർന്നതുമെല്ലാം വലിയ വാർത്തയായിരുന്നു. അനിൽ ആന്റണിക്ക് ചുമതലകൾ നൽകാതെ അല്ലെങ്കിൽ ഏതോ ചില ചെറിയ ചുമതലകൾ മാത്രം നൽകി രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനായി കേരളത്തിലെ അതുപോലെ തന്നെ ദേശീയ തലത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം BJPയിലേക്ക് വരുന്നത്. ഒരു വരിഷ്ഠനായ നേതാവ് AK ആന്റണിയെ പോലെ ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി പോലും ആയിരുന്ന ഒരു വ്യക്തിയുടെ മകന് കൊടുക്കേണ്ട അത്രയും പ്രാധാന്യമൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, അനിൽ ആന്റണി എന്ന ചെറുപ്പക്കാരനെ പാർട്ടിയിൽ ഒതുക്കാനായി എല്ലാവിധ ശ്രമങ്ങളും കോൺഗ്രസിനുള്ളിൽ നടന്നിരുന്നു. അതിനൊടുവിലാണ് അദ്ദേഹം ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. BJPയിൽ അനിൽ ആന്റണിക്ക് വലിയ അവസരങ്ങളാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. ഇപ്പോഴിതാ BJPയുടെ ദേശീയ നേതൃത്വം രൂപീകരിച്ചിരിക്കുന്ന ഒരു ഉന്നതാധികാര സമിതിയുടെ ഭാഗമാവുകയാണ് അനിൽ ആന്റണി. അതായത് രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇപ്പോൾ ചർച്ചയ്ക്ക് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തി പല പ്രാവശ്യം നടത്തുന്ന തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഒഴിവാക്കുക എന്ന ഒരു പരിഷ്കരണം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി, അതിൻ്റെ പ്രായോഗികത പഠിക്കാനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അവർ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഏതാണ്ട് 18,000-ഓളം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു ലോക്സഭയിൽ. ആ ബില്ല് ഇപ്പോൾ പാർലമെൻ്ററി സംയുക്ത സമിതിക്ക് വിട്ടിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിയും ഇപ്പോൾ ഈ ബില്ല് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ബില്ല് എന്ന ഒരു നിയമനിർമ്മാണത്തിൻ്റെ പ്രാധാന്യം, ആ നിയമം ഉണ്ടായാൽ അല്ലെങ്കിൽ ആ ഒരു മാറ്റം, ഒരു പരിഷ്കരണം അത് സാധ്യമായാൽ ഈ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നു, അതുകൊണ്ട് ഈ രാജ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ, രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മേഖലയ്ക്ക് അതുണ്ടാക്കുന്ന ലാഭം എന്തെല്ലാം, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും ഒരു പൊതുജന അഭിപ്രായം ഈ ബില്ലിന് അനുകൂലമായി രൂപീകരിക്കാനും ഇപ്പോൾ BJP ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലാണ് ആ സമിതി. 6-അംഗ സമിതിയാണ്. ഈ സമിതിയിൽ ഒരു അംഗമാണ് ഇപ്പോൾ അനിൽ ആന്റണി എന്നുള്ളത്. തീർച്ചയായും BJPയുടെ ദേശീയ നേതൃത്വം രൂപം കൊടുത്തിരിക്കുന്ന കേന്ദ്രമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു സമിതിയുടെ ഒരു ഭാഗമാവുക. ആ സമിതി പരിശോധിക്കുന്നതാകട്ടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് അനിൽ ആന്റണിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം. BJPയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോയ, അവരെന്നും മുൻനിരയിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടാകും എന്നാണ് പലരുടെയും അഭിപ്രായം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്തരം അഭിപ്രായങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ്, ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ്, ഗുജറാത്ത്. തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.